ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം തുടങ്ങിയിട്ട് 11 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കൃത്യം പറഞ്ഞാൽ 2014 മെയ് മാസത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണത്തിലേറുന്നത്. പിന്നീട് 2019-ലും 2024-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചുകൊണ്ട് അവർ ഭരണം തുടരുകയാണ്. 2014-ൽ അന്ന് 10 വർഷം അധികാരം പൂർത്തിയാക്കിയ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. 2004-ൽ അധികാരത്തിലേറിയ UPA പിന്നീട് 2009-ലും മികച്ച വിജയം നേടി. അങ്ങനെ തുടർച്ചയായിട്ട് 10 വർഷമാണ് മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിലേറുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ അങ്ങനെ മൻമോഹൻ സിംഗ് 10 വർഷം പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ചില അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അത് വലിയ രീതിയിൽ ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് 2014-ൽ BJP അധികാരം പിടിച്ചെടുക്കുന്നത്. അതിന് കാരണമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നിർഭയ കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് BJP അധികാരത്തിലേറിയത്. മൻമോഹൻ സിംഗ് സർക്കാരിനെ ഭരണത്തിൽ നിന്നും പുറത്താക്കാൻ നിർണായക പങ്കുവഹിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമായിരുന്നു. അത് ഈ അഴിമതിക്കെതിരായ പോരാട്ടമായിരുന്നു. അഴിമതിക്കെതിരെ രാജ്യത്തൊരു ലോക്പാൽ സംവിധാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിയനുമായ അണ്ണാ ഹസാരെ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ ജയിലിലടയ്ക്കാനായിട്ടൊരു നിയമം വേണം, അത് ലോക്പാൽ ബില്ല് പാസ്സാക്കണം എന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു. ആ സമരത്തിന് പിന്തുണയുമായിട്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ CPM-ന്റെ അന്നത്തെ പ്രമുഖ നേതാവായിരുന്ന ബൃന്ദ കാരട്ട് ഉൾപ്പെടെയുള്ളവർ ആ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് അണ്ണാ ഹസാരെയുടെ ഇടവും വലവും CPM നേതാക്കളും എല്ലാം തന്നെ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. BJP നേതാക്കളെ ആ വേദിയിൽ കണ്ടു. ഒപ്പം തന്നെ കിരൺ ബേദിയെ പോലെയുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു. ഈ പറയുന്ന പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള അത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തകരെല്ലാം നമ്മൾ കണ്ടു. അവരുടെയൊക്കെ പിന്തുണയോട് കൂടിയാണ് ആ സമരം മുന്നോട്ട് പോവുകയും ആ ശക്തമായ സമരമായിട്ട് മാറുകയും അത് UPA സർക്കാരിനെ പിടിച്ചുലയ്ക്കുകയും സർക്കാരിനെ ആ ഭരണത്തിൽ നിന്നും നീക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ UPA സർക്കാരിനെ പുറത്താക്കാൻ അന്ന് നടന്ന ഈ സമരങ്ങൾക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ. കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 26-ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ 1ാം ചരമവാർഷികമായിരുന്നു. ആ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു കുറിപ്പിലാണ് ഈ പ്രശാന്ത് ഭൂഷൺ ഇത്തരത്തിൽ ഒരു ക്ഷമാപണം നടത്തുന്നത്, ഖേദം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അങ്ങേയറ്റം ബുദ്ധിമാനും ദീർഘവീക്ഷണമുള്ള വ്യക്തിയും ലാളിത്യം നിറഞ്ഞവനും മാന്യനുമായ ഒരു വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ സർക്കാരിനെ പുറത്താക്കാൻ അന്ന് നടത്തിയ നീക്കങ്ങളിൽ താൻ ഇപ്പോൾ ഖേദിക്കുന്നു. അദ്ദേഹത്തിന്റെ ലാളിത്യവും ഒപ്പം തന്നെ മാന്യതയുമെല്ലാം പലരും ബലഹീനതയായി കണ്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ നടത്തിയത്. അതിൽ താൻ ഇന്ന് ഖേദിക്കുന്നു. പകരം ഒരു തെമ്മാടി സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് എന്നാണ് ഈ പ്രശാന്ത് ഭൂഷൺ തന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ വിമർശിക്കുന്നത്. അതായത് അന്ന് ഈ പറയുന്നത് പോലെ NDA ഉൾപ്പെടെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് ഈ പറയുന്ന അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ള എല്ലാവരും മൻമോഹൻ സർക്കാരിനെതിരെ രംഗത്തെത്തി ആ സർക്കാരിനെ പുറത്താക്കാനുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങിയ ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതിന് BJP ആണ് അതിന് പ്രധാനമായിട്ടും ഒരു ശക്തിയായിട്ട് പ്രവർത്തിച്ചത്. പിന്തുണ നൽകിയത് BJP ആയിരുന്നു. ആ സമരത്തിന് ഈ പറയുന്ന CPM ഉൾപ്പെടെയുള്ളവർ അന്ന് പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ഈ പറയുന്ന ശക്തികളെല്ലാം കൂടി ഒന്നിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ സമരങ്ങൾ നടത്തിയത്. ഇപ്പോൾ ആ സമരങ്ങളൊക്കെ തന്നെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ അന്ന് നടത്തിയ ആരോപണങ്ങൾ, സമരങ്ങളൊക്കെ തന്നെ തെറ്റായിരുന്നു. അതിനേക്കാൾ വലിയ ഒരു ആപത്തിലേക്കാണ് തങ്ങൾ ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന ഒരു തുറന്ന് സമ്മതിക്കലാണ് ഈ പറയുന്ന പ്രശാന്ത് ഭൂഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൻമോഹൻ സിംഗ് സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം, 91-ൽ അദ്ദേഹം ധനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഗ്ലോബലൈസേഷൻ ഒക്കെ തന്നെ നടപ്പിലാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചത്. ആ രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മികച്ച ഒരു രാജ്യതന്ത്രജ്ഞനും ഒപ്പം തന്നെ ധനകാര്യ വിദഗ്ധനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അത്തരത്തിൽ ദീർഘവീക്ഷണമുള്ള ഒരാളെ 2004-ൽ UPAക്ക് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം 10 വർഷം രാജ്യത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിച്ച് ലോകത്തിന് മുന്നിൽ തന്നെ മികച്ച ഒരു രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിൽ മൻമോഹൻ സിംഗ് സുപ്രധാന പങ്കാണ് വഹിച്ചത്. അത്തരത്തിലുള്ള വളരെ കറകളഞ്ഞ രാഷ്ട്രീയത്തിൽ യാതൊരു വിധത്തിലും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള
കളങ്കവും കേൾപ്പിച്ചിട്ടില്ലാത്ത ഒരു മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് തന്റെ അവസാന കാലഘട്ടത്തിൽ ഈ പറയുന്ന ശക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് അപകീർത്തിപ്പെടുത്തി അപമാനിച്ച് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അതിനുള്ള വിലയാണ് ഇന്ന് രാജ്യം നൽകുന്നത്, അതിനുള്ള ഫലമാണ് തങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് അന്ന് സമരം കൊടുത്തവരൊക്കെ തന്നെ തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഴിമതിക്ക് ഉപരിയായിട്ട് അഴിമതിയേക്കാൾ വലിയ വർഗീയതയും ഫാസിസവും ഒക്കെ തന്നെ നിറഞ്ഞാടുന്ന ഒരു ഭരണത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്നെത്തിച്ചതിൽ ഈ പറയുന്നവർക്കൊക്കെ തന്നെ ഇവരൊക്കെ എത്ര മാപ്പ് പറഞ്ഞാലും അവർക്ക് അതിലുള്ള പങ്ക് അത് തള്ളിക്കളയാനാകില്ല. അതിൽ CPM-നും മറ്റു പലർക്കും ഈ പറയുന്ന സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാം തന്നെ അതിലുള്ള പങ്കുണ്ട്. അവരിന്ന് അതിൽ ഖേദിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപക്ഷെ ഈ പറയുന്ന മൻമോഹൻ സിംഗിന്റെ ആത്മാവ് ഉൾപ്പെടെ സന്തോഷിക്കുന്നുണ്ടാകും. രാജ്യം ഉൾപ്പെടെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഖേദപ്രകടനങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടാകും എന്നതിൽ തർക്കമില്ല.